മധ്യപൂർവേഷ്യൻ സംഘർഷത്തിൽ പാർലമെന്റിൽ ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കി വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ. മേഖലയിലെ എല്ലാ രാജ്യങ്ങളുടെയും പരമാധികാരവും അതിർത്തികളും സംരക്ഷിക്കപ്പെടണമെന്നാണ് ഇരുസഭകളിലും നടത്തിയ പ്രസ്താവനയല്ല ചർച്ചയാണ് വേണ്ടതെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം പ്രതിഷേധിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം ഘട്ടത്തിലെ ആദ്യ ദിവസം തന്നെ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പ്രക്ഷുബ്ധമായി. സ്വമേധയാ നടത്തിയ പ്രസ്താവനയിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സംഘർഷം സംബന്ധിച്ച് ഇന്ത്യക്ക് ആശങ്കയുണ്ടെന്ന് അറിയിച്ചു. പ്രശ്നങ്ങൾ ചർച്ചയിലൂടെയും നയതന്ത്രത്തിലൂടെയുമാണ് പരിഹരിക്കേണ്ടതെന്നാണ് ഇന്ത്യയുടെ നിലപാട്. ഇന്ത്യക്കാരുടെ സുരക്ഷയൊരുക്കാൻ ആവശ്യമായ ഇടപെടലുകൾ ഉണ്ടാകുന്നുണ്ടെന്നും ബന്ധപ്പെട്ട രാജ്യങ്ങളുമായി ആശയവിനിമയം നടത്തിയെന്നും വിദേശകാര്യമന്ത്രി. On the airstrikes in Iran and the subsequent attacks in several Gulf countries. The CCS was concerned over the safety and security of the Indian community in the region. വിഷയത്തിൽ പ്രസ്താവനയല്ല ചർച്ചയാണ് വേണ്ടതെന്നാവശ്യപ്പെട്ട് രാജ്യസഭയിൽ പ്രതിപക്ഷം ഇറങ്ങിപ്പോക്ക് നടത്തി. പശ്ചിമേഷ്യൻ സംഘർഷം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള നോട്ടീസുകൾ തള്ളിയതിനെതിരായ പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെയാണ് ലോക്സഭയിൽ മന്ത്രി പ്രസ്താവന നടത്തിയത്. പ്രതിപക്ഷാംഗങ്ങൾ പ്ലക്കാർഡുകളുമായി നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. പ്രതിപക്ഷത്തിനെതിരെ കടുത്ത വിമർശനവുമായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു രംഗത്ത് വന്നു. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭ 3 മണിവരെ നിർത്തിവെച്ചു. സ്പീക്കർ ഓം ബിർളയ്ക്കെതിരായ അവിശ്വാസ പ്രമേയം ഇന്ന് ലോക്സഭ പരിഗണിക്കും. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.